ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ ഡെയിലി വെയിറ്റ് ലോസ് വ്ലോഗ്സ് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം 5 ഡേയ്സ് പ്രോപ്പറായിട്ട് ഞാൻ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ 2 ദിവസം മുന്നെയാണ് ഞാൻ ലാസ്റ്റ് വ്ലോഗ് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഒരു ഫീവറും ത്രോട്ട് ഇൻഫെക്ഷനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ ഒന്നും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായത് കാരണമാണ് ഞാൻ കുറച്ച് ദിവസത്തേക്ക് വ്ലോഗ് സ്റ്റോപ്പ് ചെയ്തത്. പക്ഷേ ഇപ്പോഴും എൻ്റെ വെയിറ്റ് ലോസ് ജേർണി അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് 5 ഡേയ്സ് തന്നെ എനിക്ക് ഏകദേശം 3 kgs ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാം 2 വീക്സ് കൊണ്ടാണ് ഞാൻ ആ 4 kg ഗെയിൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വാട്ടർ വെയിറ്റ് ശരിക്കും ആ ഒരു 5 ദിവസം ബാക്ക് ടു ട്രാക്ക് വന്നപ്പോൾ തന്നെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ആ ഒരു 7th ഡേ വരെ പ്രോപ്പറായിട്ട് വെയിറ്റ് ലോസ് നടക്കുന്നുണ്ടായിരുന്നു. 55.2 ആയിരുന്നു ഞാൻ 5th ഡേ നോക്കുമ്പം. പിന്നെ 7th ഡേ നോക്കുന്ന സമയത്ത് 55 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം എൻ്റെ വെയിറ്റ് ഇപ്പം കുറഞ്ഞിട്ടില്ല. ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു 10 ഡേയ്സ് 11 ഡേയ്സ് ഒക്കെ ആയും തോന്നുന്നു. ഇപ്പോഴും ഞാൻ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ചെറിയ രീതിയിലുള്ള ഡയറ്റൊക്കെ മാറിപ്പോകുന്നുണ്ട് എന്നത് ഒഴിച്ച് കഴിഞ്ഞാൽ അതുപോലെ എക്സസൈസും ചില ദിവസങ്ങളിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ കാരണം. അപ്പോൾ ഇപ്പോൾ എൻ്റെ വെയിറ്റ് അതേ രീതിയിൽ തന്നെ 55 തന്നെ നിൽക്കുകയാണ്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു ഫസ്റ്റത്തെ നമ്മൾ വെയിറ്റ് ലോസ് ഉണ്ടാവുന്ന കണ്ടിട്ട് നമ്മൾ ഓവർ എക്സൈറ്റഡ് ആവേണ്ട ആവശ്യമില്ല. പിന്നീട് അങ്ങോട്ട് നമ്മുടെ ജേർണി ഇങ്ങനെ തന്നെയായിരിക്കും. പെട്ടെന്നുണ്ടായ വെയിറ്റ് ഗെയിന് നമ്മൾ ഒരു നല്ലൊരു ട്രാക്കിൽ വരുമ്പോൾ തന്നെ നമുക്ക് കുറഞ്ഞു കിട്ടും. പക്ഷേ അതിനുശേഷമാണ് റിയൽ ഫാറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തേ മതിയാവുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് നല്ലപോലെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ ആരും തന്നെ ഓവർ എക്സൈറ്റഡ് ആവരുത്. വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചും കൂടി എഫേർട്ട് എടുത്തിട്ട് നിങ്ങളുടെ ഡയറ്റ് വർക്കൗട്ടും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. ഇപ്പോഴും സൗണ്ട് അങ്ങനെ അങ്ങോട്ട് ശരിയായിട്ടില്ല. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, നമ്മൾ ബിഫിറ്റ് സ്ക്വാഡിലെ മാർച്ച് മന്തിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സീരീസ് തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് പേര് നമ്മുടെ ലൈവ് സെഷനും കാര്യങ്ങളൊക്കെ കണ്ടതായിരുന്നല്ലോ, ഞാൻ ക്ലാസ്സസ് ആയിരുന്നല്ലോ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താണ് ബിഫിറ്റ് സ്ക്വാഡ്, എങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്യേണ്ടതെന്നൊക്കെ ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് നമ്മുടെ 15 ഡേയ്സ് പ്ലാനിൽ ജോയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ പേർക്ക് പുതിയ ബാച്ചിൽ, അതായത് 1 മന്ത് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാനായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർച്ചിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഇപ്പോൾ പറയുകയാണ്, മാർച്ച് മാസത്തേക്കുള്ള അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തവണ നമുക്ക് എപ്പോഴും 4 വീക്സ് 60 ഡേയ്സ് 90 ഡേയ്സ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാൻ ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇത്തവണ നമുക്കൊരു സ്പെഷ്യൽ ബാച്ചും കൂടി ഉണ്ട്. നിങ്ങൾക്കറിയാം, റമദാൻ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഫെബ്രുവരി 20th തോന്നുന്നു. അത് ഒരു 1 മന്ത് മാർച്ച് 30 വരെ നമുക്ക് ഫാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ബിഫിറ്റ് സ്ക്വാഡിൽ റമദാൻ സ്പെഷ്യൽ വെയിറ്റ് ലോസ് ചാലഞ്ച് ചെയ്യാറുണ്ട്. ശരിക്കും ഒരു മാസം കൊണ്ട് 10 കിലോ വരെ വെയിറ്റ് ലോസ് ചെയ്ത കുട്ടികളുണ്ട് കേട്ടോ നമ്മുടെ ഓരോ റമദാൻ ബാച്ചിലും. നമ്മൾ ബിഫിറ്റ് സ്ക്വാഡ് സ്റ്റാർട്ട് ചെയ്ത ഒരു ഫസ്റ്റ് ഇയർ മുതൽ തന്നെ റമദാൻ ബാച്ചസ് അല്ലെങ്കിൽ റമദാൻ വെയിറ്റ് ലോസ് ചാലഞ്ച് ചെയ്യുന്നതാണ്. എല്ലാവർക്കും എക്സലന്റ് റിസൾട്ട് കിട്ടുന്ന ഒരു ബാച്ചും കൂടിയാണത്. കാരണം നിങ്ങൾക്കറിയാം, ഫാസ്റ്റിംഗ് ചെയ്യുന്ന ആളുകൾ ആ സമയത്ത് എന്തായാലും ഫുഡ് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതിയിൽ അവരത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ലോസ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു മന്താണ് ഈ ഒരു ഫാസ്റ്റിംഗ് മന്ത്. അപ്പോൾ ആ ഒരു പ്ലാനും നമ്മൾ ഇത്തവണ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ 4 വീക്സ് പ്ലാനിൽ ജോയിൻ ചെയ്യാം, 60 ഡേയ്സിൽ ചെയ്യാം, 90 ഡേയ്സിൽ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് റമദാൻ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഡേ ബിഫോർ യെസ്റ്റർഡേ ആണെന്ന് തോന്നുന്നു നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇന്നലെ ഒന്നും എനിക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു വോയിസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് മാർച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാം. മാർച്ച് 3 നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ റമദാൻ ബാച്ച് ആണെങ്കിൽ ഫെബ്രുവരി 20th സ്റ്റാർട്ട് ആകും. അതിന് മുമ്പേ തന്നെ അതിൻ്റെ അഡ്മിഷൻ നമ്മൾ ഫിനിഷ് ചെയ്യും. അപ്പോൾ അത്രയാണ് നമ്മുടെ ബിഫിറ്റിൻ്റെ അപ്ഡേറ്റ് പറയാനുള്ളത്. പിന്നെ ഉള്ളത്, നമ്മൾ ഈ വെയിറ്റ് ലോസ് കമ്പാരിസൺ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് 5 ദിവസം കൊണ്ട് 3 കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അയ്യോ എനിക്ക് 1 കിലോ കുറഞ്ഞുള്ളൂ, 2 കിലോ കുറഞ്ഞുള്ളൂ. ഞാനും നിങ്ങളും ഡിഫറെൻ്റ് ആണ്. അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡും നിങ്ങൾ ഫോളോ ചെയ്യുന്ന മെത്തേഡും ഡിഫറെൻ്റ് ആയിരിക്കും. എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലും സ്ട്രെസ് ലെവലും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കാം നിങ്ങളുടെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഒന്നും കൺസിഡർ ചെയ്യാതെ ജസ്റ്റ് വെയിറ്റ് ലോസ് റിസൾട്ട് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ലോജിക്കും ഇല്ലാത്തൊരു കാര്യമാണ്. കാരണം ഇവൺ നമ്മളെല്ലാം സെയിം ആയിട്ടാണ് ചെയ്യുന്നത്, നമ്മളെല്ലാം സെയിം ചുറ്റുപാടിലാണ് ജീവിക്കുന്നത് ഒക്കെ ആണെങ്കിൽ പോലും നമ്മുടെ ഏജ് ഡിഫറെൻ്റ് ആണ്, നമ്മുടെ ഹൈറ്റ് ഡിഫറെൻ്റ് ആണ്, നമുക്ക് നമ്മുടെ വെയിറ്റ് ലോസ് ഗോൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ പല ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടും നിങ്ങളുടെ ഫ്രണ്ടിന് കിട്ടുന്ന റിസൾട്ടുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. നിങ്ങൾ എല്ലാവരും യുണീക്കാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രോസസ്സും റിസൾട്ട് കിട്ടുക. അപ്പോൾ ഒരിക്കലും ഡീമോട്ടിവേറ്റഡ് ആവാതിരിക്കുക. 5 ദിവസം കൊണ്ട് 3 കിലോ എല്ലാവർക്കും കുറയ്ക്കാൻ പറ്റണമെന്നില്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ ഇവൻ നിങ്ങൾക്ക് 1 കിലോ ആണ് കുറഞ്ഞെങ്കിൽ പോലും അതിൽ നിങ്ങൾ ഹാപ്പിനെസ് കണ്ടെത്തുക. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യമാണ്, നമ്മൾ വെയിറ്റ് ലോസ് ജേർണിയിൽ നമുക്ക് കിട്ടുന്ന ഓരോ ചെറിയ വിക്ടറീസ് പോലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. അതാണ് നമ്മൾ വേണ്ടത്. ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മുടെ റിസൾട്ട് കമ്പയർ ചെയ്തിട്ട് ഡീമോട്ടിവേറ്റഡ് ആവാനായിട്ട് പാടില്ല. ഈ ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ ഡീമോട്ടിവേഷൻ്റെ ആവശ്യമേ ഇല്ല. ഓരോരുത്തരുടെയും ജേർണി ഡിഫറെൻ്റ് ആണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പം എല്ലാവരും പ്രോപ്പറായിട്ട് തന്നെ ചെയ്തു വരും. ഇപ്പോൾ ഇന്നും ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്തു. ഇനിയിപ്പം മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് ഇതാ ഈ ഒരു ബനാനയാണ് കഴിക്കുന്നത്. എല്ലാം പ്രോപ്പറായിട്ട് തന്നെ പോകുന്നുണ്ട്. പക്ഷേ ഒരു മെഡിസിൻ ഒക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എനിക്കിപ്പം ഈ ഒരു 2 ദിവസമായിട്ട് ഈ ഒരു കോൾഡിൻ്റെ ഒക്കെ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടും ഒരു വിശപ്പില്ലായ്മയും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ കഴിയുന്നതും പ്രോപ്പറായിട്ട് തന്നെ ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് നോക്കുന്നത്. നമുക്കങ്ങനെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് എല്ലാ
ദിവസം ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇതെനിക്ക് വർക്ക് ആയില്ല എന്ന്. പക്ഷേ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ സംഭവങ്ങളൊന്നും നമ്മുടെ ഡയറ്റിൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ വളരെ നോർമലായിട്ട് നമ്മൾ വീട്ടിൽ നോർമലി നമ്മൾ എല്ലാവരും കഴിക്കുന്ന ആഹാരം തന്നെ പോഷൻ കൺട്രോൾ ചെയ്ത് ബാലൻസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ ഇതിലും എളുപ്പത്തിൽ നമുക്കൊരു വെയിറ്റ് ലോസ് ചാലഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ അതിൻ്റെ മീനിങ് വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു വെയിറ്റ് ലോസ് ചാലഞ്ച് ഒരു പാറ്റേൺ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക. കുറച്ചെങ്കിലും എഫേർട്ട് നിങ്ങളുടെ ആ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. അപ്പോൾ അത്രയാണ് എനിക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗ് കഴിയുന്നത് ഞാൻ ഡേ ഇൻ മൈ ലൈഫായിട്ട് തന്നെ കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാനായിട്ട് മറക്കരുത്. എല്ലാത്തിനും ഞാൻ ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.